നമ്മുടെ കേരളത്തിലെ ഒരു എം.എൽ.എ. ശ്രീ എ.കെ. ബാലൻ അദ്ദേഹം പറയുന്ന ഒരു വിഡ്ഢിത്തം കേൾക്കണം. കേട്ടോളൂ. ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇപ്പോ കേരള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോ എ.പി.ന്റെ ജമാഅത്തെ അല്ലേ? മുസ്ലിം ജമാഅത്ത് അല്ല പറയാം. കാശ്മീർ ജമാഅത്ത് ഉണ്ട്, കാശ്മീരിൽ ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, നിരവധിയുണ്ട്. ശരി, കേട്ടല്ലോ. ഇതാണ് നമ്മുടെ എ.കെ. ബാലൻ്റെ വിദ്യാഭ്യാസം. അതായത് എന്താണ് ജമാഅത്ത് എന്ന് പോലും തിരിച്ചറിയാതെ ജമാഅത്തിനെ വിമർശിക്കുന്ന ഒരു നയം. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വലിയ പകയും വിദ്വേഷവും കൊണ്ട് കണ്ട ജമാഅത്തുകളെ മൊത്തം ജമാഅത്തെ ഇസ്ലാമിയാക്കി ചിത്രീകരിക്കുന്നു. സത്യത്തിൽ ജമാഅത്ത് എന്നാൽ എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പോഷക സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിനെയും ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയാക്കി തെറ്റിദ്ധരിച്ചു ചിത്രീകരിക്കുന്നു. എന്നാൽ എ.കെ. ബാലനോട് ഞാനൊരു കാര്യം പറയട്ടെ. അത് കേട്ട് വിശ്വസിക്കുന്ന തെറ്റിദ്ധരിക്കുന്ന ആളുകളോടും ജമാഅത്ത് എന്നാൽ സംഘടന എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൊസൈറ്റി, അസോസിയേഷൻ, അസംബ്ലി, കമ്മ്യൂണിറ്റി, ഗ്രൂപ്പ്, ഫെഡറേഷൻ എന്നിങ്ങനെയൊക്കെ പറയാം. ഇതാണ് ജമാഅത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ജമാഅത്ത് എന്ന വാക്ക് അതുകൊണ്ട് തന്നെ പല സംഘടനകളും ഉപയോഗിക്കും. നമുക്കറിയാമല്ലോ, സൊസൈറ്റി, അസംബ്ലി, കമ്മ്യൂണിറ്റി, ഫെഡറേഷൻ എന്നീ വാക്കുകളൊക്കെ നിരവധി സംഘടനകൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ SFI പോലും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് അർത്ഥം. അപ്പോൾ SFIയിൽ പോലും ഫെഡറേഷൻ എന്ന വാക്കുണ്ട്. അതുപോലെ കോമൺ ആയിട്ട് ഏത് സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ശബ്ദമാണ് ജമാഅത്ത് എന്നുള്ളത്. ഇനി അതിൻ്റെ സംസ്കൃത രൂപം എന്താണെന്ന് വെച്ചാൽ ജമാഅത്ത് എന്നാൽ സമൂഹം എന്നാണ് അർത്ഥം. അതുപോലെ സംസ്കൃതത്തിലെ ഗണ, സംഘ്, സഭ എന്നിങ്ങനെയൊക്കെ അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. അതുകൊണ്ട് ഇനി എ.കെ. ബാലന് പുതുതായിട്ടൊരു സംഘടന ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണമെങ്കിൽ സംഘടന എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ സഭ, യോഗം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ജമാഅത്ത് എന്ന വാക്ക് ഉപയോഗിക്കാം. ആരും പിടിച്ചു വയ്ക്കില്ല. എന്ന പോലെ ആർക്കും വ്യാപകമായിട്ട് കോമൺ ആയിട്ട് എങ്ങനെയും ഉപയോഗിക്കാവുന്ന ഒരു ശബ്ദമാണ് ജമാഅത്ത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അല്ല കാന്തപുരം ഉസ്താദിൻ്റെ ജമാഅത്ത്. ഇനി കേൾക്കുക. ഇന്ത്യയിൽ മിർസ ഗുലാം അഹമ്മദ് എന്ന വ്യക്തി തയ്യാറാക്കിയ രൂപീകരിച്ച ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പേര് അഹമ്മദിയ ജമാഅത്ത് എന്നാണ്. എന്നാൽ ഈ അഹമ്മദിയ ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ സംഘടനക്കോ പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ പോലും മോശം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ നാണക്കേട് വരുത്തുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അറിയാതെ ഒന്നും പറഞ്ഞു പോകരുത്. തനിക്ക് പരിചയമില്ലാത്തത് ചുമ്മാ വായ തുറന്ന് അങ്ങ് വിട്ടേക്കരുത്. പറയുന്നത് എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ സാഹചര്യം എന്താണെന്നും ഒക്കെ അറിഞ്ഞു വേണം സംസാരിക്കാൻ. അൾജീരിയ പോലെ നിരവധി അറബ് മുസ്ലിം രാജ്യങ്ങളിൽ മതമില്ലാത്ത, മതം വിട്ട യുക്തിവാദികൾ പോലും അവരുടെ സംഘടനകൾക്ക് ജമാഅത്ത് എന്ന പേര് ചേർക്കാറുണ്ട്. കാരണം അവിടെ സംഘം എന്നാണ് അർത്ഥം. ചുരുക്കത്തിൽ ജമാഅത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സംഘം, മനുഷ്യൻ്റെ കൂട്ടായ്മ എന്നൊക്കെയാണ്. ആ നിലക്ക് ഏത് ഭാഷകളിലും തത്തുല്യമായ ശബ്ദങ്ങളുണ്ട്. ഇനിയൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാ മുസ്ലിങ്ങൾക്കും ജമാഅത്തുണ്ട്. പക്ഷെ അവരൊന്നും ജമാഅത്തെ ഇസ്ലാമി അല്ല. കാരണം എല്ലാ മുസ്ലിങ്ങളും പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ കൂട്ടമായിട്ട്, സംഘടിതമായിട്ട് നമസ്കരിക്കാറുണ്ട്. വെള്ളിയാഴ്ചയുള്ള ജുമാ നമസ്കാരം ജമാഅത്താണ്. എന്ന് വെച്ചാൽ കൂട്ടമായ സംഘടിത നമസ്കാരമാണ്. അതുകൊണ്ട് അത് ജമാഅത്ത് എന്ന് വിളിക്കുന്നു. പക്ഷെ അത് ജമാഅത്തെ ഇസ്ലാമി അല്ല. നമ്മുടെ ബാലൻ മനസ്സിലാക്കിയത് കാന്തപുരം ഉസ്താദും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പോഷക സംഘടനയുടെ നേതാവാണെന്നാണ്. അതുകൊണ്ടാണ് കേരള മുസ്ലിം ജമാഅത്തിനെ പുള്ളി ജമാഅത്തെ ഇസ്ലാമിയാക്കി മനസ്സിലാക്കിയത്.
അപ്പോൾ ഇവരൊക്കെ എന്തോ മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാൽ വലിയൊരു പ്രസ്ഥാനമാണെന്നോ. കേരളത്തിൽ ഒരു ശതമാനം പോലും തികയാത്ത ജനസംഖ്യയുള്ള വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വിപരീതമായിട്ട് നിൽക്കുന്ന, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സുന്നികൾ, അതായത് കാന്തപുരം ഉസ്താദ് പോലെയുള്ള സമസ്തയുടെ നേതാക്കളൊക്കെ നേതൃത്വം നൽകുന്ന സുന്നി സമൂഹം, അവർ കേരളത്തിലെ ജനസംഖ്യയുടെ 25% എന്നാൽ അവർ ജമാഅത്തെ ഇസ്ലാമി അല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളൊന്നും ആരും പറഞ്ഞു പോകരുത്. അല്പമൊക്കെ ഭാഷാ പാണ്ഡിത്യം എല്ലാവർക്കും നല്ലതാണ്. സംസ്കൃതത്തിലെ പരിഷത്ത് എന്ന വാക്കും ജമാഅത്ത് എന്നതിൻ്റെ തുല്യ ശബ്ദമാണ്, തുല്യ ആശയമാണ് വിഭാവന ചെയ്യുന്നത്.